8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയായിരുന്നു എങ്ങോട്ടാണ് പോകുന്നത് പാലക്കാട്, വയനാട്, ചേലക്കര മണ്ഡലങ്ങൾ എന്നുള്ളത്. വയനാടിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ഏകദേശ ധാരണയുണ്ടായിരുന്നു. വയനാട് മണ്ഡലം എന്തായിരിക്കും, ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് സംശയമുണ്ടായിരുന്നത്. പക്ഷേ ചേലക്കരയും പാലക്കാടും വലിയ ആകാംക്ഷയോടുകൂടി ഇടത് വലത് NDA മുന്നണികൾ, പാലക്കാട് പ്രത്യേകിച്ചും NDA മുന്നണി ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ ചേലക്കരയിൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചു. തപാൽ വോട്ടുകൾ മുതൽ തന്നെ UR പ്രദീപ്, ചേലക്കരയുടെ ഇടത് സ്ഥാനാർത്ഥി UR പ്രദീപ് കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നതാണ്. ഒരു ഘട്ടത്തിൽ പോലും UDFന്റെ രമ്യ ഹരിദാസ് ഒരു തപാൽ വോട്ടിൽ പോലും മുന്നേറാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തുടക്കം മുതലേ കാണാൻ സാധിച്ചു. അതുമാത്രമല്ല, ചേലക്കരയിൽ നിലവിൽ രമ്യ ഹരിദാസിന്, അതായത് UDFനുണ്ടായിരുന്ന ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഒരു ഓളവും ഉണ്ടാക്കാൻ സാധിക്കാതെ രമ്യ ഹരിദാസ് പിന്നോട്ട് പോയ ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ആദ്യം ചേലക്കരയിലേക്ക് തന്നെ വരാം. ചേലക്കര എത്രയോ വർഷങ്ങളായി LDFന്റെ കുത്തക മണ്ഡലമാണ്. പക്ഷേ UDF പ്രതീക്ഷിച്ചത് ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് ഭരണവിരുദ്ധ തരംഗമായി മാറി, വോട്ടായി മാറി, ഈ ഭരണത്തിനെതിരെയുള്ള വിലയിരുത്തലായി മാറും. ഒപ്പം തന്നെ ചേലക്കരയിലെ പല റോഡുകളുടെയും, ചെറുതുരുത്തി പൊന്നാനി റോഡാണെങ്കിലും മായന്നൂർ പാലം റോഡാണെങ്കിലും, ആ പാലം റോഡെല്ലാം ഏതാനും വർഷങ്ങളായി അറ്റകുറ്റപ്പണിക്കായി പൊളിച്ചിട്ടിരിക്കുന്നു, മുഴുവനായി ശരിയാക്കിയിട്ടില്ല. ഈ വികസന പ്രവർത്തനങ്ങളും ഭരണവിരുദ്ധ വികാരവും UDFന് അനുകൂലമാകും, വലിയ രീതിയിലുള്ള വിജയമുണ്ടാകും. അതുമാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കെ രാധാകൃഷ്ണനിൽ നിന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ കെ രാധാകൃഷ്ണൻ ലീഡ് 5,000-ൽ പരം മാത്രമായി ചുരുങ്ങിയിരുന്നു. അത് രമ്യ ഹരിദാസ് ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥി. ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് വലിയൊരു വിജയമുണ്ടാകും എന്ന് കണക്കുകൂട്ടി VD സതീശനും കെ സുധാകരനും ഉൾപ്പെടെയുള്ള UDFന്റെ മുതിർന്ന നേതാക്കളെല്ലാം, കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ളവർ അവിടെ തമ്പടിച്ച് പ്രവർത്തനം നടത്തുകയുണ്ടായിരുന്നു. പക്ഷേ കോട്ട കുലുങ്ങിയില്ല. ചെങ്കൊടി തന്നെ ചേലക്കരയിൽ പാറി. UR പ്രദീപ് ചേലക്കരക്കാരനാണ്, ദേശമംഗലംകാരനാണ്. ഈ രമ്യ ഹരിദാസ് ആലത്തൂർ മണ്ഡലത്തിൽ MP ആയിരിക്കുമ്പോൾ പോലും ചേലക്കരയോട് വലിയ പ്രതിപത്തി ഉണ്ടായിരുന്നില്ല എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോക്കസിന്റെ കൂടിയായിരുന്നു രമ്യ ഹരിദാസ് എന്ന ഒരു വാദം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ രമ്യ ഹരിദാസ് മണ്ഡലത്തിലുള്ളതല്ല എന്ന ഒരു വാദവും ഉണ്ടായിരുന്നു. ഇതെല്ലാം രമ്യ ഹരിദാസിന് തിരിച്ചടിയായി മാറി. ഒപ്പം ഈ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് UDFന്റെ ആരോപണം പോലെ തന്നെ ഭരണത്തിന് വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രചരണത്തിന്റെ അവസാന 2 ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചരണം നടത്തിയതും ഫലം കാണുകയുണ്ടായി. വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം, വലിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ. അതോടൊപ്പം UDF ഉയർത്തിയ വാദങ്ങളെ അടിച്ചമർത്തി നോക്കുമ്പോൾ ഈ ഭൂരിപക്ഷം 12,000-ൽ പരമുള്ള ഒരു ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ കനത്ത ഭൂരിപക്ഷം തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ. ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇടതിനും താക്കീതായി UDF നൽകുന്നത്. ഇടതു മുന്നണിയുടെ ക്യാമ്പ് അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ്. UDFലെ ക്യാമ്പ് പാലക്കാട്ടെ വിജയമുണ്ടെങ്കിൽ പോലും വ്യത്യാസമുണ്ട്. പാലക്കാട് സിറ്റിംഗ് സീറ്റാണ്. ചേലക്കരയിലെ വിജയമില്ല എന്നുള്ളത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് UDFനെ ബാധിക്കുക. പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ വലിയ ഒരു വലിയ നേട്ടം എന്ന് തന്നെ പറയേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിന്. കാരണം ശക്തമായ ത്രികോണ മത്സരമായിരുന്നു പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. അത് ഇടതാണോ വലതാണോ BJP ആണോ എന്നുള്ളത് കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. ഏറ്റവും സാധ്യത കുറവ് ഇടത്തിനാണ് അവിടെ കണക്ക് കൂട്ടിയിരുന്നത്. കാരണം P സരീൻ കടന്നു വന്നതാണ് UDFൽ നിന്ന്. അത് മാത്രമല്ല, നിലവിൽ ഈ പാലക്കാട് മണ്ഡലത്തിൽ LDF 3-ാം സ്ഥാനത്താണ്. വലിയ പ്രതീക്ഷ പുലർത്തിക്കൊണ്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ പ്രതീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലമായിരുന്നു പാലക്കാട് മണ്ഡലം. BJPയുടെ പാലക്കാട് മണ്ഡലം ഉൾപ്പെടെ നിയമസഭയിൽ താമര വിരിയുമെന്ന് പ്രതീക്ഷിക്കുന്ന 5 നിയമസഭാ മണ്ഡലങ്ങളിൽ അതിൽ 1-ാമത്തെ സ്ഥാനം തന്നെ കണക്കാക്കിയിരുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അടിവേരിളകിപ്പോയ നിലയിലാണ് BJP. നിലവിൽ BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ പോലും വോട്ടുകളെല്ലാം ചിതറിപ്പോയി. ഈ വോട്ടിംഗ് കണക്കാക്കിയാൽ പാലക്കാട് നഗരസഭ ഭരിക്കാനുള്ള ഭൂരിപക്ഷം നിലവിൽ ഇപ്പോൾ BJPക്ക് ഇല്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ആ ഭൂരിപക്ഷം ഇല്ല എന്നുള്ള സ്ഥിതിയിലേക്ക് BJP എത്തിയിരിക്കുന്നു. തുടക്കത്തിൽ വലിയ സസ്പെൻസോടെ, തുടക്കത്തിൽ വലിയൊരു സമയം വരെ അവിടെ BJPയുടെ കാൻഡിഡേറ്റ് കൃഷ്ണകുമാർ ആയിരുന്നു ലീഡ് നിലനിർത്തിയിരുന്നത്. 500, 1000, 1500 വോട്ടുകളുടെ ലീഡിൽ കുറേ സമയം മുന്നോട്ട് പോയപ്പോൾ UDF ക്യാമ്പ് അക്ഷരാർത്ഥത്തിൽ പകച്ചു. അവർ ആഘോഷങ്ങളെല്ലാം നിർത്തിവെച്ചു, ലഡു വിതരണം എല്ലാം മാറ്റിവെച്ച് അവർ പരാജയം എന്ന രീതിയിൽ
ഉൾക്കൊണ്ടിരുന്ന ഈ രീതി സമയത്ത് നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കുതിപ്പ്. ആ കുതിപ്പിലെ ഭൂരിപക്ഷം പിന്നെ റോക്കറ്റ് പോലെ കുതിച്ചു വരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫി പറമ്പിലിനേക്കാൾ ലീഡോടുകൂടി ഉജ്ജ്വല വിജയം. ഷാഫി പറമ്പിൽ മെട്രോമിൻ ഇ ശ്രീധരനോട് മത്സരിച്ച് കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ആ ഭൂരിപക്ഷത്തിന്റെ കണക്കുകൂട്ടലായിരുന്നു UDF ഇത്തവണ മത്സര രംഗത്തുണ്ടായിരുന്നത്, അതിനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് മണ്ഡലം പകർന്നത്. ഇതിൽ വലിയൊരു ഘടകമുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സമീപ നാളുകളിലായി പല മണ്ഡലങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് നിശബ്ദ പ്രചരണ വേളയിൽ പോലും പാലക്കാട് മണ്ഡലത്തിൽ നിശബ്ദ പ്രചരണ ദിവസം സമസ്തയുടെ രണ്ട് വ്യത്യസ്ത പത്രങ്ങളിൽ വർഗീയത കലർത്തി പരസ്യം കൊടുത്തത് ഉൾപ്പെടെ അതുപോലുള്ള പ്രചരണങ്ങൾ ഉണ്ടായി. ഇതിനെയെല്ലാം കേരളത്തിലെ ജനത വർഗീയതയല്ല നോക്കിക്കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ തെളിവ് കൂടിയായി പാലക്കാടിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. UDF ക്യാമ്പിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് UDFന് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ വിജയം. BJP ക്യാമ്പിനെ തകർത്തുകൊണ്ട് BJP ക്യാമ്പ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ പരാജയത്തിന് ശേഷം C. കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ ഇത് പരിശോധിച്ചതിന് ശേഷം അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുമായി മുന്നിൽ കണ്ട് മുന്നോട്ട് നീങ്ങും എന്നുള്ളതാണ്. കെ സുരേന്ദ്രനും പറയുകയുണ്ടായി ഈ പരാജയം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതെല്ലാം. പക്ഷേ സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് ഇറങ്ങിപ്പോയത് BJPക്ക് വലിയ ക്ഷീണമായി. ഈ വലിയ ഭൂരിപക്ഷം മുഴുവൻ സന്ദീപ് വാര്യരാണെന്ന് അവകാശപ്പെടാനില്ലെങ്കിലും വലിയ രീതിയിൽ സന്ദീപ് വാര്യർക്ക് അവിടെ അടിവേരുണ്ടായിരുന്നു BJPയിൽ. അവിടെ വലിയ ക്ഷീണമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ സന്ദീപ് വാര്യർ ഒരു സദസ്സിൽ നിന്ന് പോയപ്പോൾ കൂടെ കൂട്ടാതെ എവിടെ വരെ പോകും എന്ന് നോക്കാം എന്ന് വെല്ലുവിളിച്ച സുരേന്ദ്രനും കൃഷ്ണകുമാറിനും വരും ദിനങ്ങളിൽ BJPയുടെ നേതൃത്വത്തോട് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. ഒപ്പം തന്നെ നീല ട്രോളി ബാഗ്, കള്ളപ്പണം തുടങ്ങിയ വിവാദങ്ങളെല്ലാം, നീല ട്രോളി ബാഗ് വിവാദം ഒരു കണക്കിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലമായി മാറി. നീല ട്രോളി ബാഗ് വിവാദം ആരോപിച്ചപ്പോൾ നീല ട്രോളി ബാഗ് ഉയർത്തിയായിരുന്നു പിന്നീടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രചരണം. പാലക്കാടൻ ജനത ഇതെല്ലാം കാണുകയുണ്ടായി. ഈ ട്രോളി ബാഗ് വിവാദം വന്നപ്പോൾ കെ സുധാകരൻ പാലക്കാട് എത്തി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും നല്ല സമയമാണ്, അല്ലെങ്കിൽ ഇതുപോലൊരു ആരോപണം ഉന്നയിക്കാൻ ഈ LDFന് സാധിക്കില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിൽ വിജയിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ആ വാക്ക് സത്യമായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിരിക്കുന്നു.